ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ റിലീസായിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഇൻകം ടാക്സിലേക്ക് ക്യാൻറ്റീൻ അറ്റൻഡൻ്റ് ആവാൻ പറ്റുന്ന നോട്ടിഫിക്കേഷനാണ്. വെറും 10ാം ക്ലാസ് വിജയിച്ചവർക്ക്, മറ്റ് ക്വാളിഫിക്കേഷനൊന്നും പറയുന്നില്ല. നിങ്ങൾക്കൊരു 10ാം ക്ലാസ് ഉണ്ടോ, തീർച്ചയായിട്ടും ഇതിലേക്ക് അപേക്ഷ അയക്കാൻ പറ്റും. ഇൻകം ടാക്സിൽ നിങ്ങൾക്ക് ക്യാൻറ്റീൻ അറ്റൻഡൻ്റ് ആവാൻ പറ്റും. 25 വേക്കൻസിയാണ് മൊത്തം. ജനറൽ 13, OBC 6, EWS 2, SC 3, ST 1, അങ്ങനെയാണ് കാറ്റഗറി വൈസ് വാക്കൻസികൾ റിലീസാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ അപേക്ഷ ഇന്നലെയാണ് തുടങ്ങിയത്, 8/9/2024. അതായത് സെപ്റ്റംബർ 8 മുതൽ 22 സെപ്റ്റംബർ വരെ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ജോബ് ലൊക്കേഷൻ വരുന്നത് തമിഴ്നാട്ടിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും ഇത് അപേക്ഷ അയക്കാൻ പറ്റും. സാലറി പാക്കേജ് 18,000 മുതൽ 56,900 വരെ നിങ്ങൾക്ക് സാലറി കിട്ടാവുന്ന പോസ്റ്റാണ്. ക്വാളിഫിക്കേഷൻ പറയുന്നത് വെറും 10ാം ക്ലാസ് പാസ്സാണ്. നിങ്ങൾക്ക് 10ാം ക്ലാസ് ഉണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും അപേക്ഷ അയക്കാം. അതിൽ ഗ്രേഡോ മാർക്കോ ഒന്നും വേണ്ട. നിങ്ങൾക്കൊരു 10ാം ക്ലാസ് സിമ്പിൾ പാസ്സായാൽ പോലും ഇത് അപേക്ഷ അയക്കാൻ പറ്റും. ഏജ് ലിമിറ്റ് പറയുന്നത് ഇതിലേക്ക് അപേക്ഷ അയക്കാൻ വേണ്ട പ്രായപരിധി 18 മുതൽ 25 ആണ്. 22/9/2024 അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് 25 വയസ്സിന് താഴെയുള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ആദ്യം ഒരു ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കാൻഡിഡേറ്റ്സിനൊരു റിട്ടേൺ എക്സാം ഉണ്ടായിരിക്കും. അപ്പോൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കാൻഡിഡേറ്റ്സിൻ്റെ ഷോർട്ട് ലിസ്റ്റഡ് റിസൾട്ട് വരുന്നത്, അതായത് പരീക്ഷയ്ക്കുള്ള അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് റിസൾട്ട് വരുന്നത് ഒക്ടോബർ 1-നാണ്. ഒക്ടോബർ 1-ന് നിങ്ങൾക്ക് ഷോർട്ട് ലിസ്റ്റഡ് റിസൾട്ട് വരും. അതിനുശേഷം നിങ്ങൾക്ക് പ്ലേസ് ആൻഡ് ഡേറ്റ് ഓഫ് റിട്ടേൺ എക്സാം വരുന്നത് 6/10/2024 നിങ്ങൾക്ക് പരീക്ഷ നടത്തും. ചെന്നൈയിലാണ് പരീക്ഷ നടത്തുക. അപ്പോൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെന്നൈയിൽ 6/10, അതായത് ഒക്ടോബർ 6-നാണ് പരീക്ഷ അവർ നടത്താൻ പോകുന്നത്. 18 മുതൽ 25 ഏജ് ക്രൈറ്റീരിയ, അത് ഓൾറെഡി പറഞ്ഞു. റിലാക്സേഷൻ വരുന്നുണ്ട്. SC/ST-കാർക്ക് 5 വർഷം, OBC-കാർക്ക് 3 വർഷം റിലാക്സേഷനും വരുന്നുണ്ട്. ക്വാളിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു. പിന്നെ ആപ്ലിക്കേഷൻ ഫീസ്, ദർ ഈസ് നോ ആപ്ലിക്കേഷൻ ഫീ. അപേക്ഷാ ഫീസ് ഒന്നും തന്നെ വരുന്നില്ല. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് TN-incometax.gov.in എന്ന വെബ്സൈറ്റ് വഴി ഇത് അപേക്ഷ അയക്കാൻ പറ്റും. എല്ലാ കാറ്റഗറിയിലുള്ളവർക്കും ഇത് ഫ്രീ ആയിട്ട് അപേക്ഷ അയക്കാൻ പറ്റുമെന്ന് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ അപേക്ഷ അയക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ്, കമ്മ്യൂണിറ്റി കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, പിന്നെ ഡോക്യുമെൻറ്റ്സ് ഒരുപാട് നിങ്ങൾ ഹാജരാക്കണം. അപ്പോൾ ആപ്ലിക്കേഷൻ വീഡിയോ വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി നാളെ കാലത്ത് വീഡിയോ കിട്ടുന്നതാണ്. ഒരുപാട് പേര് കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് വീഡിയോ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരുപാട് പേര് കമൻ്റ് ഇടാൻ ചാൻസ് ഉണ്ട്. കാരണം 10ാം ക്ലാസ് യോഗ്യത വെച്ച് നിങ്ങൾക്ക് ചെന്നൈയിൽ പോയിട്ട് എക്സാം എഴുതാൻ പറ്റുന്ന നോട്ടിഫിക്കേഷൻ ആയതുകൊണ്ട് കമൻറ്റ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും വീഡിയോ ചെയ്യാം. ഇനി പ്രധാനമായും റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് ഡൗട്ട് ഉണ്ടായിരിക്കും നിങ്ങൾക്ക്. ആദ്യം ഷോർട്ട് ലിസ്റ്റഡ് ആണ്, ഞാൻ പറഞ്ഞു. ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് 500 കാൻഡിഡേറ്റ്സിനെയാണ് അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക. അപ്പോൾ ഒരുപാട് ആപ്ലിക്കേഷൻ വരും. ഓൾ ഇന്ത്യ ലെവൽ റിക്രൂട്ട്മെൻ്റ് ആണ്. ഇപ്പോൾ കേരളത്തിൽ നിന്ന് പുറത്തുനിന്നൊക്കെ അപേക്ഷ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ 500 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ്സിന് ഒരു റിട്ടേൺ എക്സാം കണ്ടക്ട് ചെയ്യും. ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, ജനറൽ അവയർനെസ്, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, ജനറൽ ഇംഗ്ലീഷ്, അങ്ങനെ 100 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് 100 മാർക്കിനാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. 2 മണിക്കൂറാണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ടൈം കിട്ടുക, എക്സാമിനേഷൻ ടൈം. അപ്പോൾ ഷോർട്ട് ലിസ്റ്റ് എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങളുടെ 10ാം ക്ലാസ്സിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക. ആ ഷോർട്ട് ലിസ്റ്റഡ് കഴിഞ്ഞാലാണ് പിന്നെ ഈ ഒരു റിട്ടേൺ എക്സാം നിങ്ങൾക്ക് ക്വാളിഫൈ ആയി കഴിഞ്ഞാൽ റിട്ടേൺ എക്സാം എഴുതാൻ പറ്റും. ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഡേറ്റ് ഒക്കെ അവിടെ കാണാം. എക്സാമിനേഷൻ ഡേറ്റ് ഒക്ടോബർ 6-ആണ്. എക്സാമിനേഷൻ ഒക്ടോബർ 6-ന്. സമയം വരെ നോട്ടിഫിക്കേഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. 11 മണി മുതൽ 1 മണി വരെയാണ് നിങ്ങൾക്ക് പരീക്ഷ കണ്ടക്ട് ചെയ്യുന്നത്. അതിനൊന്നൊരു മാറ്റം ഉണ്ടായിരിക്കില്ല. ചെന്നൈയിലാണ് പ്ലേസ് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒക്ടോബർ 6-ന് 11 മണി മുതൽ 1 മണി വരെയാണ് പരീക്ഷ. ചെന്നൈയിലാണ് നിങ്ങൾക്ക് പരീക്ഷ എഴുതേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് മൊത്തമായിട്ട് വരുന്നത്. നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ വീഡിയോ വേണമെങ്കിൽ താഴെ നിന്ന് കമൻ്റ് ഇട്ടാൽ മതി. എന്തായാലും ഉറപ്പായിട്ടും നിങ്ങൾക്ക് വേണ്ടി നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ്. ഇത്രയും കാലം വീഡിയോ ചെയ്തത് നിങ്ങൾക്ക് വേണ്ടിയാണ്. ഒരുപാട് പേർക്ക് ജോലി കിട്ടി. അപ്പോൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങൾ അപേക്ഷ അയയ്ക്കുക. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം പലരും വാട്സപ്പിൽ മെസ്സേജ് ഇടാറുണ്ട്, വീഡിയോസൊക്കെ യൂസ്ഫുൾ ആണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിന് എല്ലാവർക്കും നന്ദി. നിങ്ങൾ എന്തായാലും മാക്സിമം പാർട്ടിസിപ്പേഷൻ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ അയച്ചു കൂടി കൊടുക്കുക.
വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചോളൂ. അതുപോലെ തന്നെ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യാനുണ്ട്. അത് കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.